ഒരു ദശാബ്ദത്തിലേറെയായി ഇന്ത്യൻ സിനിമാ ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മോഹൻലാലിന്റെ ദൃശ്യം 3 മെയ് 21 തിയേറ്ററുകളിൽ എത്തുകയാണ്. വെറുമൊരു തുടർക്കഥ എന്നതിലുപരി 2026 മലയാള സിനിമ നേരിടുന്ന ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് പരീക്ഷണമായി ഈ ജിത്തു ജോസഫ് ചിത്രം മാറുന്നത് എന്തുകൊണ്ട് പരിശോധിക്കാം. ഭാഷാ ഭേദമന്യേ പ്രേക്ഷകർ നെഞ്ചിലേറ്റിയ ചുരുക്കം ചില ഇന്ത്യൻ സിനിമ ഫ്രാഞ്ചൈസികളിൽ ഒന്നാണ് ദൃശ്യം. ഏറെ പ്രതീക്ഷകളോടെ എത്തിയ പാട്രിയറ്റ് എന്ന ചിത്രത്തിന്റെ സമീപകാലത്തെ ബോക്സ് ഓഫീസ് പ്രകടനം തെളിയിക്കുന്നത് വലിയ കാത്തിരിപ്പുകൾ എപ്പോഴും വൻ വിജയങ്ങളായി മാറണമെന്നില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ ദൃശ്യം 3ന്റെ തിയേറ്റർ പ്രകടനം മലയാള സിനിമയ്ക്ക് അത്യന്തം നിർണായകമാണ്. ജോർജ് കുട്ടിയുടെയും കുടുംബത്തിന്റെയും അതിജീവനത്തിന്റെ കഥ പറഞ്ഞ ദൃശ്യത്തിന്റെ ആദ്യ 2 ഭാഗങ്ങളും സൃഷ്ടിച്ച ഓളങ്ങൾ ചെറുതല്ല. 2013 പുറത്തിറങ്ങിയ ആദ്യ ഭാഗം പോലീസിനെ കബളിപ്പിക്കുന്ന ജോർജ് കുട്ടിയുടെ ബുദ്ധിവൈഭവമാണ് കാണിച്ചതെങ്കിൽ 2021 രണ്ടാം ഭാഗം ഭൂതകാലത്തിലെ രഹസ്യങ്ങൾ വീണ്ടും വേട്ടയാടുന്നതാണ് പ്രമേയമാക്കിയത്. എന്നാൽ അടുത്തിടെ പുറത്തിറങ്ങിയ ദൃശ്യം 3ന്റെ ട്രെയിലർ സൂചിപ്പിക്കുന്നത് ജോർജ് കുട്ടിയുടെ ആന്തരിക സംഘർഷങ്ങളെയും കുറ്റബോധത്തെയുമാണ്. എല്ലാവരും ഒരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യും. പോലീസിനും ഈ സൊസൈറ്റിയിലെ നല്ലൊരു ശതമാനം ആളുകൾക്ക് ഈ കേസിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നന്നായിട്ട് അറിയാം. ജോർജ് കുട്ടി തന്നെയല്ലേ പറഞ്ഞത്, പ്രശ്നങ്ങളൊക്കെ തീർന്നു, ഇനി പേടിക്കാനൊന്നുമില്ലെന്ന്. പോലീസിന്റെ രീതികൾ മുൻകൂട്ടി കണ്ട് കളിക്കുന്ന ഒരാളാണല്ലോ അയാൾ. അപ്പോ പോലീസുകാരും അയാളുടെ ഒരു ഫാനാണ്. അവരെ രക്ഷിക്കാനാണെങ്കിലും ഞാൻ ഈ ചെയ്ത കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവരുടെ അച്ഛനൊരു ക്രിമിനലാണ് എന്നൊരു തോന്നലുണ്ടായാൽ അവരങ്ങനെയൊന്നും ചിന്തിക്കില്ല. ഞാൻ തന്നെ അങ്ങനെ ചിന്തിച്ചു പിന്നല്ലേ. പരമ്പരയിലെ അവസാന ചിത്രമായിരിക്കുമെന്ന സൂചനകളും ഈ വൈകാരിക തലങ്ങൾക്ക് ആഴം കൂട്ടുന്നു. മീന, അൻസിബ ഹസൻ, എസ്തർ അനിൽ എന്നിവർക്കൊപ്പം സിദ്ദിഖ്, ആശ ശരത്ത്, മുരളി ഗോപി എന്നിവരും പ്രധാന വേഷങ്ങൾ എത്തുന്നു. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.